ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമുക്ക് അപ്പാപ്പനെയും കൊണ്ട് ആശുപത്രി പോകണമായിരുന്നു. നമ്മൾ മുന്നേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് ആശുപത്രി പോകുന്നത്. ആദ്യം പോയത് അപ്പാപ്പൻ്റെ കണ്ണ് കാണിക്കാനായിരുന്നു. ശരി, ഇപ്പോൾ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാപ്പനെ ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പാപ്പന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പാപ്പന് ചെവിയിലാണ് ക്യാൻസർ, 2 മുഴ കണക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പന് അതൊന്നും അറിയുന്നില്ല. ഓരോ ദിവസവും കൊടുക്കുന്ന മെഡിസിന് കണക്കിൽ രാവിലെ 2 കൊടുക്കും, എന്നിട്ട് ചായ കൊടുക്കും. ചായയും ആഹാരവും കഴിച്ചിട്ട് പിന്നെയും ഉണ്ട് 4. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് പിന്നെയും ഉണ്ട്. പിന്നെ വൈകിട്ട് രാത്രി. പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിഷമമാണ് എനിക്ക് കാണുമ്പോൾ തന്നെ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അത്യാവശ്യം ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കി. അപ്പം അവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി, ബസ്സിലാണ് പോയത്. അങ്ങനെ പോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ കൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പാപ്പന് ഇപ്പം ഒരു 86 വയസ്സ് അടുപ്പിച്ചായി. അപ്പാപ്പൻ്റെ 85 കഴിഞ്ഞു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 86ാമത്തെ വയസ്സാണ്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു പ്രായത്തിൽ ഒരു സർജറിയെക്കുറിച്ചും ഓപ്പറേഷനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, തൽക്കാലം പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മാമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഇവരുടെ ഭാഷ അധികം മനസ്സിലായി വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് ട്രാൻസ്ലേറ്റർ വെച്ച് കേട്ടതാണ്. അങ്ങനെ അപ്പാപ്പനും സംഭവം എന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ ആ നിമിഷം നമ്മൾ പറയുന്ന കാര്യം ഓർമ്മയുണ്ടാവും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അപ്പാപ്പന് അതങ്ങ് മറന്നു. അപ്പാപ്പനത് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പാപ്പന് അൽഷിമേഴ്സ് ഉണ്ട്, കാണാൻ പറ്റത്തില്ല. ഒരു കണ്ണേ കാണുള്ളൂ, മറ്റേ കണ്ണ് പൂർണ്ണമായിട്ടും കാഴ്ചയില്ല, കാണാൻ പറ്റത്തില്ല അപ്പാപ്പന്. പിന്നെ പുള്ളിക്കാരന് ഇപ്പം ചെയ്ത കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞ കണക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മറന്നു. എന്നിട്ട് പുള്ളിക്കാരൻ എപ്പോഴും ചോദിക്കും, ഞാനെവിടാ, ഞാൻ ആഹാരം കഴിച്ചോ, ഞാൻ കുളിച്ചോ, എനിക്കെന്താ ഇങ്ങനെ എന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും പുള്ളിക്കാരൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പാപ്പനെ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉടനെ എന്നെ മെറിയോ എന്നാണ് വിളിക്കുന്നത്. അപ്പാപ്പൻ്റെ അമ്മയുടെ പേരാണ് മെറിയോ. അന്നേരം എൻ്റെ പേര് മേരി മൂടി എന്നല്ലേ, പക്ഷേ എന്നെ വിളിക്കേണ്ട മെറിയോ എന്നാണ് വിളിക്കുന്നത്. അന്നേരം ഞാൻ ചിലപ്പോൾ പറയാം, അനി മെറിയം എന്ന് പറഞ്ഞങ്ങ് സംസാരിക്കും പുള്ളിക്കാരൻ. അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ വന്നു. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, എല്ലാം കഴുകിയിട്ടു, ഫുഡ് കഴിച്ചു. അപ്പോഴിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ രാത്രി വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആ ടൈമിൽ കുറേ വ്യത്യാസം വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കെയർ ഗീവർ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി വരരുത്. ഒരു ജോലി നമ്മൾ ചെയ്യരുത്. കാരണം നമ്മളത് വേറൊരു ജോലിയായിട്ട് മാത്രം ഇടണം. നമ്മൾ നോക്കാൻ വന്ന് നിൽക്കുന്ന നമ്മുടെ പേഷ്യൻറ്റ്, നമ്മുടെ എംപ്ലോയർ, അപ്പാപ്പനോ അമ്മാമ്മയോ ആരും ആയിക്കോട്ടെ, അവരുടെ മനസ്സിൽ നമ്മൾ നോക്കുന്നിടത്തോളം കാലം അവരെ ഉപദ്രവിക്കാനോ അതോ മാനസികമോ ശാരീരികമായിട്ടോ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മൾ പറയാതിരിക്കുക. കാരണം കുഞ്ഞു പിള്ളേരെ നമ്മൾ നോക്കത്തില്ലേ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന കണക്ക് വേണം ഇവരെ നോക്കാനായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ഫീലിങ്സ് അവരും മനസ്സിലാക്കും. നമുക്കധികം ശല്യമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ അവരും ഓരോ ദിവസവും അവർ മുമ്പോട്ട് പോകും, സന്തോഷത്തോടെ അവർ മുമ്പോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗികൾ എപ്പോഴെന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറിയാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഇസ്രായേലിന് കെയർ ഗീവേഴ്സായിട്ട് ജോലിക്ക് വരുന്നവർക്ക് കിട്ടുന്നത്. എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ നാട്ടിൽ എല്ലാ ചിലവും കഴിഞ്ഞ് അയക്കാനായിട്ട് പറ്റും. ഏറ്റവും മിനിമം സാലറിയാണ് പറയുന്നത്. മാക്സിമം കിട്ടുന്നവരും ഉണ്ട്. ഇപ്പം വരുന്നവർക്കും ലാംഗ്വേജ് പഠിക്കാത്തവർക്കും അത്യാവശ്യമുള്ളവർക്കൊക്കെ കിട്ടുന്ന സാലറിയുടെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇവരോട് സ്നേഹത്തോടെ പെരുമാറുക, സഹതാപം അതിനേക്കാളൊക്കെ നമ്മൾ അവരോട് ഇണങ്ങി നിൽക്കുക. അവരൊന്ന് ദേഷ്യപ്പെട്ടാൽ, ഇപ്പം തന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അപ്പാപ്പൻ മറന്നുപോയി. ഞങ്ങൾ ആശുപത്രിയെല്ലാം പോയിട്ട് വന്നത് മറന്നുപോയി. അന്നേരം ഞാൻ പറഞ്ഞ അപ്പാപ്പ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് മാറണം, വേറെ ഡ്രസ്സ്
എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, ഇല്ലില്ല ഞാനൂരില്ല, ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഹോളിൽ വെച്ച് ഞാനൂരില്ല, എന്നെ റൂമിൽ കൊണ്ടുപോകും, ഞാനതിൻ്റെ ഡ്രസ്സ് ഊരുന്നു, ഞാൻ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നല്ലോ. പെട്ടെന്ന് അപ്പം അങ്ങ് ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെട്ടു. അമ്മമ്മ വന്നിട്ട് പറഞ്ഞു, ഹീബ്രുവിൽ അമ്മാവ ചോദിച്ചത് ആരാന്ന് വെച്ചാൽ പറഞ്ഞ് അനി മിറിയം, എൻ്റെ മിറിയാണെന്ന് പറഞ്ഞു. അന്നേരം അപ്പോൾ അമ്മാവ പറഞ്ഞ്, പിന്നെ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയല്ലേ, എന്തിനാ പോയി, അടുത്ത ചോദ്യം ചോദിച്ചു, എന്തിനാ പോയി. എന്നിട്ട് പറഞ്ഞ് അപ്പാപ്പനെ കാണിക്കാൻ, ചേട്ടനെ കാണിക്കാൻ വേണ്ടി പോയതല്ലേ എന്നുള്ള രീതിയിൽ അവരുടെ രീതിയിൽ പറഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതിന് എന്നോട് പറഞ്ഞു, സോറി മറിയാം, സോറി എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ ഉമ്മ വെച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു സോറി. ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ വരുന്ന ടി വി കാണും. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം. ഈ ഒരു ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അത് നമ്മൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിഫിക്കേഷനല്ല ഉദ്ദേശിക്കും. മനസ്സിൽ ഒരു അല്പം ക്ഷമയും സഹതാപവും അനുകമ്പയും സ്നേഹവും ഉണ്ടാവണം നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ. ഒരു പക്ഷേ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇവരെയൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ ചിലപ്പം വഴക്ക് പറയും, ഇനി എന്തോ ഇങ്ങനെ കാണിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ദേഷ്യപ്പെടും. ചെറിയ തെറ്റാണെങ്കിൽ പോലും അവർ പബ്ലിക്കായിട്ട് വലിയ വായിലങ്ങ് സംസാരിക്കും, വല്ല ഉറക്കം സംസാരിക്കും. അന്നേരമൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇത് അവരുടെ രോഗത്തിൻ്റെ ഇതാണ്, അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കി ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കാമാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും സോറി എന്ന് പറയും. അന്നേരം ആ കൊച്ചു പിള്ളേർ എന്തെങ്കിലും കിട്ടാതെ ഇരുന്നിട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അവർ തരുന്ന ഒരു തിരിച്ച് കാണിക്കുന്ന ഒരു റെസ്പോൺസ് ഇല്ലേ, അതായിരിക്കും ഇവർ കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ചോക്ലേറ്റ്. ഒരു അമ്മ ഇപ്പോൾ കടയിൽ പോയാലും പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ചിട്ട് വരും. എന്നിട്ട് 2 കൊടുക്കും, പിന്നെയും കഴിഞ്ഞിട്ടും, പിന്നെയും കൊടുക്കും, പിന്നെയും കഴിഞ്ഞിട്ടും. അന്നേരം അമ്മ പറയും തരത്തില്ലെന്ന് പറയും. എന്നിട്ട് എനിക്ക് തരുന്നത് ഞാനൊരു പീസ് കൊടുക്കും. എന്നിട്ട് പറഞ്ഞ് എന്നോട് പറയും നോ ഇതെൻ്റെ മുറിയത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചെൻ്റെ കയ്യിൽ തരും. ഞാൻ പറയാം അമ്മ 1 കൂടെ കൊടുക്കും, പാവമല്ലേ, എനിക്ക് തരാനുള്ള അപ്പോൾ അവനോട് തരുന്നത്. അത് അമ്മ അവിടെ എന്നെ മേടിച്ചിട്ട് അതെടുത്ത് എനിക്ക് തരും. എന്നിട്ട് പറയും നീ കഴിച്ചോളൂ, അപ്പോൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും. അപ്പോഴേ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങൾ ഒക്കെ ഒരുപാടുണ്ടാകും. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, അതായത് നമ്മൾ നോക്കാൻ നിൽക്കുന്നവരുടെ മനസ്സിൽ അത് അബോധാവസ്ഥയിലാണെങ്കിൽ നമ്മളുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരത്തില്ലേ. അന്നേരം നമുക്ക് നമ്മളോട് സ്നേഹം തോന്നും, നമ്മൾ ചെയ്യുന്ന ജോലിയോട് ബഹുമാനം തോന്നും. ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന ദൈവത്തോട് എന്നും നന്ദിയും കടപ്പാടും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇസ്രായേലിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സാമ്പത്തികം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ക്ഷമയോടെ, അല്പം അതിൽ കൂടുതൽ കരുണയോടെ അവരോട് പെരുമാറുക. പാവങ്ങളാണ്, അവർക്ക് സ്നേഹം മതി. പെട്ടെന്ന് അവർ ദേഷ്യപ്പെട്ടാലും നമ്മൾ പോട്ടെ, ഇറ്റ്സ് ഓക്കെ ബസ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ശാന്തമാവും. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ടയേർഡായി, ഞാൻ പറഞ്ഞില്ലേ ബസ്സിലാണ് പോയിട്ട് വന്നേ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണേ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.